Hi, Namaste, welcome back to my channel Win Trader. ഫോറക്സ് മാർക്കറ്റിൽ നമ്മുടെ സോഫ്റ്റ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് വെർഷൻ ഉപയോഗിച്ച് ഈസിയായി ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കറൻസി പേരിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന USD/JPY മിക്കവാറും ട്രേഡ് കിട്ടുന്ന മാർക്കറ്റാണ് USD/JPYയുടെ. ഈസിയായിട്ട് പ്രോഫിറ്റ് നേടാം. USD/JPYയുടെ പാസ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം മിക്കവാറും പെർഫോമൻസ് നമുക്ക് തന്നിട്ടുള്ള മാർക്കറ്റാണ് USD/JPYയുടെ. അപ്പോൾ കറൻസി പേരുകളിൽ നമ്മൾ മിക്ക USD/JPYയും കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പെട്ടെന്ന് ഈസിയായിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ട്രേഡുകൾ നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റിൽ കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് പ്രോഫിറ്റ് നേടാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിലും USD/JPYക്ക് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. നമുക്ക് മോർണിംഗിൽ 11 മണിക്ക് ശേഷം മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ സോഫ്റ്റ് ബൈ സിഗ്നൽ തന്നിട്ടുണ്ട്. അതിന് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ടാർഗറ്റ് ഇത് ഇപ്പോൾ ഹിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് റീ എൻട്രി ലെവൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രേഡ് നമുക്ക് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാം. ഇതിന് റിവേഴ്സിലേക്ക് നമുക്ക് ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സോഫ്റ്റ് ട്രെൻഡ് മാറി ഇവിടെ ട്രെൻഡിൽ നമുക്ക് ആദ്യം 1ലും 5ലൊക്കെ എഫക്റ്റ് ആകും. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറഞ്ഞ് കാണിച്ചു തരും. അതേപോലെ തന്നെ നമുക്ക് ഈ മെസ്സേജ് അലേർട്ടായിട്ട് ഡൗൺ സിഗ്നൽ അല്ലെങ്കിൽ ഡൗൺ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തരും. അതേപോലെ തന്നെ താഴത്തെ സോൺ മാറുകയും ചെയ്യും. നമുക്ക് അവിടെ റിവേഴ്സിൽ പല രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സോഫ്റ്റ്വെയറിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ട്രേഡ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ട്രേഡ് സിഗ്നൽ വരുമ്പോൾ ട്രേഡ് എടുക്കുന്നതിന് നമ്മൾ നോക്കേണ്ട കൺഫർമേഷൻ ലെവൽസ് 3 അതിനു മുമ്പ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഏത് മാർക്കറ്റും സപ്പോർട്ട് ചെയ്യും. എല്ലാ മാർക്കറ്റും ഇൻട്രാഡേ ആയിക്കോട്ടെ, പോർഷനിൽ ആയിക്കോട്ടെ, സ്കാൽപ്പിംഗ് ട്രേഡ് ആയിക്കോട്ടെ, പല രീതിയിൽ ടൈം ഫ്രെയിം സെറ്റപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിൽ ഒരു ഡെമോൺസ്ട്രേഷൻ, അതായത് ഏത് മാർക്കറ്റിലും സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ള സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഞാൻ USD/JPY ഞാൻ മിക്കവാറും വാച്ച് ചെയ്യുന്ന മാർക്കറ്റാണ് USD/JPYയുടെ. USD/JPY, EURUSD, GBP/USD, അതേപോലെ തന്നെ US ഓയിൽ, പിന്നെ ഗോൾഡ്. ഈ ഒരു 5 പേര് ഞാൻ മിക്കവാറും ഫോറക്സ് മാർക്കറ്റിൽ ഞാൻ വാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരൊന്നും നമുക്ക് എടുക്കണ്ട. നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള 1-2 പേര്, ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ്, USD/JPY, ഇങ്ങനെ 1 കറൻസി പേര് നോക്കുകയാണെങ്കിൽ USD/JPY കൂടെ ഉൾപ്പെടുത്തുക. അതേപോലെ EURUSD, ഇതൊക്കെ ഈ ഒരു 5 പേരിൽ മാത്രം, വേറെ ഒന്നും ശ്രദ്ധിക്കണമെന്നില്ല. നമുക്ക് ആക്ച്വലി സെലക്റ്റീവ് ആയിട്ടുള്ള 1-2 പേര് മാത്രം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ലോസ് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. ലോസ് ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി റിട്ടേൺസ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാനും പറ്റും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ വിൻറ്റർ ഡേറ്റ് ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് സ്ട്രോങ് ബ്രേക്ക്ഔട്ടും തിരിച്ചറിയാം, സൈഡ് വേസ് മാർക്കറ്റും ഈസി ആയിട്ട് തിരിച്ചറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ നമ്മൾ ടോട്ടൽ 8 ടൈപ്പ് സ്ട്രാറ്റജികൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 2009 തുടങ്ങി വിൻറ്ററുടെ ഫസ്റ്റ് വേർഷൻ തുടങ്ങി 8 വരെ. അപ്പോൾ 8.1 വേർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേസ് മാർക്കറ്റ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സിഗ്നൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതിൻ്റെ എൻട്രി സിഗ്നൽസിൻ്റെ അലേർട്ട് തരും. അതേപോലെ തന്നെ എൻട്രി എവിടെ നിന്നാണെന്ന് നമുക്ക് ടൈം, ഡേറ്റ്, അതേപോലെ തന്നെ ഏത് പോയിന്റിലാണ് എൻട്രി എടുക്കേണ്ടത്, പിന്നെ അതേപോലെ ടാർഗറ്റ്സുകൾ അത് താഴെ മേളിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ ലെവൽസ്, അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ റെഡ് ആയിട്ടുള്ള കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സിഗ്നൽസ് കിട്ടുമ്പോൾ ഈ ലൈൻ തിരിയുന്നതിനോടൊപ്പം താഴത്തെ കൺഫർമേഷൻ ബാറും നമുക്ക് ക്യാൻഡിൽ കളറും കൂടെ ഒന്ന് ചേഞ്ച് വരണം. ഇപ്പോൾ ഇവിടെ ലൈൻ തിരിയുമ്പോൾ ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ടായി, പക്ഷേ അതിനോടൊപ്പം ക്യാൻഡിൽ കളറും താഴെയും കൂടെ ഒന്നിച്ച് ബ്രേക്ക്ഔട്ട് വന്ന് അതേപോലെ റെസിസ്റ്റ് ചെയ്യുന്ന ലെവലിൽ സ്ട്രോങ്ങും കൂടെ ആണെങ്കിൽ നമുക്ക് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് രാവിലെ ബൈക്ക് കിട്ടി സ്ട്രോങ് ബ്രേക്ക്ഔട്ട് തന്നെയായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് കയറി നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 3rd ടാർഗറ്റ് അടിച്ചിട്ടില്ല. 3rd ടാർഗറ്റ് നമുക്ക് 924 വരുമ്പോഴത്തേക്കും നമുക്ക് 3rd ടാർഗറ്റ് അടിക്കും. അതുവരെ നമുക്ക് ഈ പോർഷൻ വേണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അഥവാ നമ്മൾ ട്രേഡ് എടുത്തില്ല, അടുത്ത ട്രേഡ് എടുക്കാനുള്ള അവസരം നമുക്ക് റീ എൻട്രി ലെവലായിട്ട് ഇവിടെ തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതേപോലെ തന്നെ ഒരു സെൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ സെയിം ഇതേപോലെ കൺഫർമേഷൻ ലെവൽസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ഇപ്പോൾ ഇവിടുന്ന് ഒരു ഹൈക്ക് അടിച്ചു, പക്ഷേ കൺഫർമേഷൻ കിട്ടിയതും നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്ത് ഇറങ്ങുക തന്നെ വെച്ചാലും ചെയ്ത് അവിടുന്ന് പിന്നെ ഒറ്റ ഇറക്കമായിരുന്നു. പിന്നെ നമുക്കത് റിവേഴ്സിലേക്ക് വന്ന് ഇവിടുന്ന് ഇന്ന് രാവിലെ മോർണിംഗ് ലെവലിലാണ് വന്നത്. അതുവരെ മാർക്കറ്റ് ഡൗൺ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ട്രേഡ് റിവേഴ്സിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ കളർ ചേഞ്ച്, അതായത് ബ്ലൂ കളർ, വൈറ്റ് കളർ, ഓറഞ്ച്, ഇങ്ങനെ സൈഡ് വേസ് ട്രെൻഡ് ആയിട്ട് നമ്മൾ കാണിച്ചു തരും എക്സ്ട്രാ കളർ വഴി. അതേപോലെ ട്രെൻഡ് റിവേഴ്സിൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് പോകുന്നതെന്ന് അറിയണമെന്നെങ്കിൽ ട്രെൻഡ് ഇവിടെ റിവേഴ്സ് ആവുന്ന കാണിച്ചു തരും. 1ലും 5ലും പെട്ടെന്ന് എഫക്റ്റ് അവിടെ നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് ഒന്ന് ഡൗൺ അടിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഒരുപാട് ഡൗണിലേക്ക് പോകുന്നതിന് എക്സിറ്റ് ചെയ്യാനും സഹായിക്കും. അത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ സോൺ മാറത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അലേർട്ട് വഴിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരികയും ചെയ്യും നമുക്ക് ഡൗൺ പോകുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഒരു ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണെന്ന് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്കഷൻ ബോക്സിൽ നമ്പർ